ബസ്സറിലെ മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ആദിവാസികളാണ് എന്ന് വിശദീകരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തക സോണി സോറി. മാവോയിസ്റ്റ് മുദ്ര ചാർത്തി വർഷങ്ങൾക്ക് മുൻപ് ജയിലിൽ അടയ്ക്കപ്പെട്ട സോണി സോറി ഇപ്പോൾ ആദിവാസികളുടെ സംരക്ഷണത്തിനായി ഓടി നടക്കുന്നു. നെഞ്ചു തകർക്കുന്ന കാഴ്ചകളാണ് ഗ്രാമങ്ങളിലെന്ന് മാതൃഭൂമി ന്യൂസിനോട് വിശദീകരിച്ചു സോണി സോറി. ബസ്തർ കാടുകൾ മറ്റൊരു സംസ്കാരമാണ്. ആദിവാസികൾക്ക് കാട് തന്നെയാണ് ജീവിതം. തൊഴിലും വിശ്വാസങ്ങളുമെല്ലാം കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ കാട്ടിൽ നിന്ന് ആദിവാസിയെ ഇറക്കി കാട് അദാനിക്ക് നൽകലാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശമെന്ന് സോണി സോറി ചൂണ്ടിക്കാട്ടുന്നു. ആദിവാസികളുടെ എല്ലാ ജനകീയ പ്രതിരോധത്തെയും സായുധ സേനയെ കൊണ്ട് ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമമെന്ന് വിമർശനം. और ये कंपनियों को देने के लिए, पूंजीपतियों को देने के लिए वो लड़ाई, वो आके भी क्या करेगा? एनएमडीसी आज कितने सालों से दिया हुआ है. हमारे पूर्वजों ने जो भी है बहुत प्रेम से दिया ना पहाड़ को, और उस पहाड़ से क्या मिला आज मेरे आदिवासियों को? മാവോയിസ്റ്റുകളിൽ മഹാഭൂരിപക്ഷം ആദിവാസികളാണ്. മാവോയിസ്റ്റ് വേട്ടയ്ക്ക് നിയോഗിക്കപ്പെട്ട ജില്ലാ റിസർവ് ഗാർഡിലും ഭൂരിപക്ഷം ആദിവാസികൾ തന്നെ. ഇങ്ങനെ ബസ്തറിലെ ആദിവാസികൾ परस्परम वेडिवेच मरिക്കുന്നു. और आप नक्सल के नाम पे कैंप लगा रहे हैं, सेना ला रहे हैं, फोर्स बढ़ा रहे हैं, सब कुछ कर रहे हैं, लेकिन ये कुछ नहीं है. ये मोदी सरकार, भारत सरकार सिर्फ एक पूंजीपति के गुलाम बन के उनको देने के लिए, ये सब कारपोरेट के लिए ये लड़ाई है. और ये कोई नक्सल के लिए नहीं है. नक्सल के नाम से सिर्फ मेरे आदिवासियों को कुचलना. ബീജാപൂരിലെ പിടിയ ഗ്രാമത്തിലുള്ളവരെ മരത്തിൽ നിന്നു പോലും വെടിവെച്ച് വീഴ്ത്തി കൊന്ന ഭരണകൂട ഭീകരതയും सोनी सोरी विशदीകരിക്കുന്നു. अगर माओवादी को समर्थन कर रहे हैं तो उसका कारण यही है. एक तो इतना सरकार जुल्म कर रही है. कितने महिला सलवजुड़ों को उठा के देखिए, सलवजुड़ों में क्या नहीं हुआ है. വനഭൂമി ആദിവാസിക്ക് നൽകുക, പുരോഗതി സാധ്യമാക്കുക എന്നതാണ് സമാധാനത്തിലേക്കുള്ള വഴിയെന്ന് മാതൃഭൂമിയോട് സോണി സോറി. ഛത്തീസ്ഗഡിലെ ദണ്ഡേവാഡയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.